ആണോ? ഒന്ന് പഠിപ്പിച്ചാലേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ദിവസം വന്ന് പാടി കേൾപ്പിക്കാം. നീ പഠിപ്പിച്ചു തരുമോ? ഏത് പാട്ടാ പഠിപ്പിക്കണേ? ആ വാനം പാടിയെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. സഹിച്ചു. വാനം പാടി. പഞ്ചതന്ത്രമുണ്ട്, ഇതിന്റെ പോലത്തെ തപ്പു കൊത്താമ്പുറുണ്ട്. ഇതിന്റെ രണ്ട് പാട്ടാണ് സെയിം. എനിക്ക് പഞ്ചതന്ത്രം പഠിച്ചാൽ മതി. ആലോചിക്കട്ടെ, ഇയാളെ ശിഷ്യനാക്കണമെന്ന് സെറ്റ്. ഗുഡ് ശിഷ്യൻ. പഠിപ്പിച്ച പഞ്ചതന്ത്രം കഥയിലെ മധുര മനസ്സിലായോ? ചെറുതായിട്ട്. പഞ്ചവർണ്ണ കുടിലിലെ അങ്ങനെയല്ലേ? അത് ശരിയാണ്. അയ്യോ, മിസ്സിന് ഇഷ്ടപ്പെടില്ല. മിസ്സിന് തീരെ ഇഷ്ടപ്പെടില്ല. അയ്യോ, എന്തൊരു ചിരി. ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ പാടണേന്ന്. എന്നിട്ടാണ് ഇവരൊക്കെ ഇവിടെ ഇരിക്കണേ. ശിഷ്യൻ മാറിയത് ഇഷ്ടമായില്ല. അങ്ങ് നാണക്കേടായി പോയി. ഞാൻ എൻജിയാങ്കളെ മാത്രമല്ല പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഞാനാണ് മതിച്ചേട്ടനെ എന്തിനാ ഔട്ട് ചെയ്തത്? ഉണ്ണിയങ്കളെ പഠിപ്പിക്കണില്ലേ? അടുത്ത ലൈൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. മധുവങ്ങൾ തന്നെ എന്നെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ലേ? ഏത് ലൈനാ? വാനമ്പാടി. ഞങ്ങൾക്ക് രണ്ടാ. പിന്നെയോ ഏതാ? കൂട്ടുകാരാണ്. ഒന്ന് പാടി. കൂത്തുകാർ. പുഷ്പങ്ങൾ ചോടിച്ചു. പുഷ്പങ്ങൾ ചോദിച്ചു. പുഷ്പങ്ങൾ ചൂടിച്ചു. പുഷ്പം പൂക്കൾ ചൂടിച്ചു. കറക്റ്റാണോ? പുഷ്പങ്ങൾ. പെർഫെക്റ്റ്. അതെന്റെ സൗണ്ട് പോലെ മധുവങ്ങളെ പാടുന്നു. ആ ശബ്ദം പോലെ മതിയോ? ഈ ശബ്ദം പോലെ വേണോ? മധുവങ്ങളുടെ ശബ്ദം മധുവങ്ങളെ തന്നെ പാടണം. എന്റെ ശബ്ദത്തിൽ പാടണോ? ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാൻ. ഒറിജിനാലിറ്റി. അങ്ങനെ. ശോഷന്ന പുഷ്പങ്ങൾ. അയ്യോ, അവസാനത്തെ ലൈൻ പാടാം. ലാസ്റ്റ് ലൈൻ പാടാം. ഓക്കെ, പാടിയേ. എങ്ങനെയാ പഠിപ്പിച്ചേ ടീച്ചറെ? ശോഷന്ന പുഷ്പങ്ങൾ ചോടിച്ചു. ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു. എന്നെയോ? പുഷ്പങ്ങൾ ചോടിച്ചു. എന്റെ ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു. കറക്റ്റ് ആണോ? ഇനി ഉണ്ണിയങ്കൾ. അടുത്ത ലൈൻ ഏതാ ലൈൻ? എന്റെ ശബ്ദത്തിൽ വേണം, മോളുടെ ശബ്ദത്തിൽ. കൂട്ടുകാരറിഞ്ഞപ്പോൾ ആണോ? കൂട്ടുകാരറിഞ്ഞപ്പോൾ. ഓക്കെ, ശരി. ഉണ്ണിച്ചേട്ടാ. കൂട്ടുകാരറിഞ്ഞപ്പോൾ വീട്ടുകാരറിഞ്ഞപ്പോൾ കൂട്ടിൽ. നാട്ടിൻപുറത്താണ് ശരിക്കും. അതൊന്നും വിഷയമല്ല, അതോട് പ്രസക്തമല്ല. കൂട്ടിലിരുന്നവർ കനവ് കണ്ടു. എന്തൊക്കെ തെറ്റാ പാടണെന്ന്. അതെ അതെ അതെ. എനിക്ക് അറിയില്ല, മമ്മി പഠിപ്പിച്ച് തന്നാൽ എനിക്കറിയില്ല. ലിറിക്സ് അറിയാതെ കൊണ്ട് മമ്മി അടിക്കും. മമ്മി എന്തിനാ തെറ്റായിട്ട് പഠിപ്പിച്ചു? ലിറിക്സ് അറിഞ്ഞെങ്കിൽ അടിക്കുവോ? മമ്മിയെ കൊണ്ട് ലിറിക്സ് മറന്നാൽ അടിക്കും. എക്സാമിന് അടിക്കൂല. അതിന് കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ പോകുമ്പോൾ തെറ്റിച്ച പ്രശ്നം. ഈ ലിറിക്സ് തെറ്റിച്ചാലാണ് അടിക്കുന്നത്. മമ്മിയെ കൊണ്ട് തോറ്റു. അതെ, ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യേണ്ട ആവശ്യം. മമ്മിയെ പറഞ്ഞു എന്നുള്ളത്. പാവാണല്ലേ?